അന്നൊക്കെ ചീരത്തോരെന്ന് കേട്ട കണ്ടം വഴി ഓടുന്ന ടീമായിരുന്നു ഞാൻ. സഹി കെട്ട് കുട്ടിയായിട്ടുണ്ടായിരുന്ന ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഈ കാട്ടുവെള്ളയൊക്കെ കറിയാക്കാന്ന് കണ്ടുപിടിച്ചവനെ കൈ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ കൊന്നേനേന്ന്. അന്നൊക്കെ ചീരയോട് എനിക്ക് വെറുപ്പ് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കനെയും ബീഫിനെയും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ട് എൻ്റെ അമ്മ ആദ്യം കുറച്ച് ചീരത്തോരൻ അങ്ങടി ഉണ്ടാക്കും. പിന്നെ ഒരു ഡയലോഗാണ്, ചീര കഴിച്ച് തീർക്കുന്നവർക്ക് മാത്രമേ ഇന്നിവിടെ ചിക്കൻ കറി ആണേലും ബീഫ് കറി ആണേലും ഉള്ളൂന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിനക്ക് കട്ട് തിന്നാ എന്തായിരുന്നടി പൊട്ടിക്കാളിന്ന് അല്ലേ? ആ പരിപ്പൊന്നും എന്റെ പോരാളിയുടെ കലത്തി വേവില്ല മക്കളെ. അങ്ങനെ ഓരോ തവണയായിട്ട് എന്റെ മുന്നിലെത്തുന്ന ചീരത്തോരനെ നല്ല രീതി പ്രാഗിക്കൊണ്ട് തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സത്യം പറയട്ടെ, നാട്ടിൽ നിന്ന് പോന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് ചീരത്തോരന് മിസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം സെയിൻസ്ബറീസിൽ ചെന്നപ്പോ കേളി ലീവ്സ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ സാധനം എന്റെ കൈ കിട്ടി. ചീരത്തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വെച്ച് ചെയ്തതാ. പക്ഷെ സംഭവം കയറി അങ്ങ് കത്തി. അതി പിന്നെ എപ്പ പുറത്തു പോയാലും കേളി ലീവ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ട് വരും. ദാ ഇതുപോലെ ചുമ്മാ ഒന്ന് കടുക് പൊട്ടിച്ച് ഇത്തിരി സവാളയും പച്ചമുളകും തേങ്ങയും കൂടി ഇട്ട് വഴറ്റിയിട്ട് കട്ട് ചെയ്ത ലീവ്സ് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചങ്ങോട്ട് എടുക്കാം. നമ്മുടെ നാട്ടിലെ മുളക് ചീര, കറിവേപ്പില ചീര എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ ഏകദേശം ഒരു ടേസ്റ്റ് വരും. ഇന്നുച്ചയ്ക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ മെയിൻ താരം ഇവൻ തന്നെയാട്ടോ. കൂടെ കുറച്ച് മോരുകറിയും കുറച്ച് ക്യാരറ്റ് തോരനും ഇന്നലത്തെ പന്നിയിറച്ചിക്കറി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂലല്ലോ അല്ലേ? പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.